നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാമെന്ന മുൻധാരണ CPM ലംഘിച്ചതോടെയാണ് CPI പരസ്യമായി രംഗത്തെത്തിയത്. മുന്നണി ഐക്യം നിലനിർത്താൻ CPM സ്ഥാനാർത്ഥിയെ പിന്തുണച്ചിട്ടും തങ്ങളെ ഭരണപങ്കാളിത്തത്തിൽ നിന്ന് വെട്ടിനിർത്തിയത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് CPI മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. CPMന്റെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്ക് ഇനി പ്രശ്നാധിഷ്ഠിത പിന്തുണ മാത്രം നൽകാനാണ് CPIയുടെ തീരുമാനം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്ത് ഭരണം അട്ടിമറിച്ച ജാഫറിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. UDF സ്ഥാനാർത്ഥി ഷാനവാസിനെ പിന്താങ്ങിയ ശേഷം കൂറുമാറിയത് ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്ന് വിലയിരുത്തിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കർശന നടപടി. വടക്കാഞ്ചേരിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കോടതി സമുച്ചയ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധന ആരംഭിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം അനുവദിച്ച 63.6 സെന്റ് സ്ഥലത്ത് 5 നിലകളിലായി 68,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. മണ്ണ് പരിശോധന റിപ്പോർട്ട് ലഭിക്കുന്നതോടെ നിർമ്മാണത്തിലേക്ക് കടക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച സേവ്യർ ചിറ്റിലപ്പള്ളി MLA വ്യക്തമാക്കി. വിവിധ കോടതികൾ, ബാർ അസോസിയേഷൻ ഹാൾ, ലൈബ്രറി, പാർക്കിംഗ് സൗകര്യം എന്നിവ ഉൾപ്പെടുന്ന കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങവേ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണികണ്ഠന്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ അഗ്നിരക്ഷാ സേനയും മുങ്ങൽ വിദഗ്ധൻ നിഷാദും ചേർന്ന് നടത്തിയ സംയുക്ത തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. റെയിൽവേ പാലത്തിന് സമീപത്താണ് മൃതദേഹം കുടുങ്ങിക്കിടന്നിരുന്നത്.